ഏറ്റു പ്രാർത്ഥിക്കാൻ. കർത്താവായ ദൈവമേ, പഠനത്തിൽ മനസ്സ് മങ്ങിയിരിക്കുന്ന മക്കള്, ബുദ്ധി മങ്ങിയിരിക്കുന്ന മക്കള്, ഓർമ്മശക്തി കുറവുള്ള മക്കള്, കർത്താവേ, പഠിക്കാൻ ഉത്സാഹം കാണിക്കാത്ത മക്കള്, പഠിച്ചിട്ട് കര പറ്റാത്ത മക്കള്, പരീക്ഷയെ ഭയപ്പെടുന്ന മക്കള്, ഒത്തിരിയേറെ പരീക്ഷകള് എഴുതാനുള്ള മക്കള്, എഴുതാൻ മനസ്സില്ലാത്തവര്, കർത്താവേ, ആശിച്ചു പോയ വിഷയങ്ങള് പഠിച്ച് പൂർത്തിയാക്കാൻ കഴിയാതെ കർത്താവേ ഉപേക്ഷിച്ചു പോയവര്, അവരെ സർട്ടിഫിക്കറ്റ് വിത്തുകളുടെ പോയവര്, കർത്താവേ, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രേഖകള്, വസ്തുവിന്റെ പ്രമാണങ്ങള്, പട്ടയങ്ങള്, അന്യകരങ്ങളിലെ അകപ്പെട്ടു പോയവര്, ഈശോയെ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർണം നഷ്ടപ്പെട്ടവര്, പണം നഷ്ടപ്പെട്ടവര്, പല സ്ഥാപനങ്ങളില് നിക്ഷേപിച്ചിട്ട് ആ സ്ഥാപനം തന്നെ പൊളിഞ്ഞുപോയ അവസ്ഥകള്, വ്യവസായശാലകള്, വ്യാപാരശാലകള് അടച്ചുപൂട്ടപ്പെട്ടവര്, കർത്താവേ, ഇപ്പോഴ് അവർക്കെല്ലാം ഉയർത്തെഴുന്നേൽപ്പ് നൽകണമേ, ഉയർത്തെഴുന്നേൽപ്പ് നൽകണമേ. ശ്രുതികട പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവായ ദൈവമേ, ഓരോ വിഷയങ്ങൾക്ക് ഉടമ്പടി ചെയ്തിരിക്കുന്നവര്, ഉടമ്പടി പുതുക്കിയവര് അടിയന്തരമായിട്ട് ഇന്ന കാര്യങ്ങള് നടന്നേ മതിയാവൂ എന്ന് ഹൃദയം ശ്വാസമിടിച്ച് പ്രാർത്ഥിക്കുന്നവര്, അവരെ നീ ഏറ്റെടുക്കണമേ, അവർക്ക് സാക്ഷികളാക്കി മാറ്റണമേ, അവർക്ക് ഉടമ്പടിയുടെ സാക്ഷികളാക്കി മാറ്റണമേ. ശ്രദ്ധിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രാർത്ഥിക്കുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഏകസ്ഥരായി ജീവിക്കുന്നവരെ, അവരുടെ ജീവിത സാഹചര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വസ്തുക്കള് അടിച്ചു മാറ്റാൻ സമ്മർദ്ദം ചെലുത്തുന്ന പിശാചി ചിന്തകളുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കാര്യങ്ങള്, മക്കള്, വീട്, വിവാഹം, വഴി, ജോലി, പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ കിട്ടാത്തതിന്റെ പേരിൽ നിരാശയും വേദനയും അനുഭവിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ലോകത്താന്മാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരിലേക്ക് അഭിഷേകം ഒഴുക്കണമേ. ദൈവത്തിന്റെ വചനങ്ങള് തിരുമനസ് മനസ്സിലാക്കാൻ അവർക്ക് ബുദ്ധിക്ക് തെളിച്ചു കൊടുക്കണമേ. ഹൃദയത്തിന് അഭിഷേകം നൽകണമേ. ശ്രുതികട Hallelujah.
നിമിഷം മൗനമായി പ്രാർത്ഥിക്കുക. വ്യക്തിപരമായ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഉടമ്പടി വെച്ച വിഷയങ്ങൾ ഉൾപ്പെടെ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കുക. മൗനമായി കണ്ണുകളടച്ച് കൈകൾ നെഞ്ചത്ത് പൊത്തി പ്രാർത്ഥിക്കുക. എല്ലാ പ്രവർത്തനങ്ങളും വരണത്, എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും വരണത് നിങ്ങളൊരു പത്രം കൊണ്ട് കൊടുക്കണമെന്ന് വിചാരിച്ചോ? കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. ആ സാക്ഷ്യത്തിന് ചേച്ചിയുടെ പേര് അതായത് ജാൻസി ചാക്കോ, തലൂരപ്പറമ്പ്. ജാൻസി ചാക്കോ ഒരു ഫാർമസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയാണ്. ചേച്ചി നിന്ന് വേരിക്കോസായി കാലിൽ. ഒരു കാലവസാനം കാല വേദന, അതായത് പിന്നെ നീര്. അവർ പറയണത് ഞാൻ ഭർത്താവിനെ കൊണ്ട് എൻ്റെ കാല് ചവിട്ടി തിരുമിക്കുമ്പോഴാണ് എനിക്ക് ഉറക്കം വരുന്ന. എന്ത് കഷ്ടമാണെന്ന് നോക്കി. നീര് കല്ലച്ച് കിടന്നിട്ട് അത്ര. അപ്പോൾ എന്തൊരു നീരായിരിക്കും അല്ലേ? ആ സാക്ഷ്യം നമ്മളൊന്ന് നോക്കണേ, അത് നിങ്ങൾ നോക്കണേ. അതായത് ശരീരത്തിൽ നീര് കല്ലച്ച് കിടക്കണ നിപ്പ് ജോലിയാണ്. അവിടെ ചെന്ന് നിൽക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നിന്ന് കാലം നീരായി വേരിക്കോസായി. ഇതിന് വീട്ടിൽ വരുമ്പോൾ കാലെടുത്ത് തല വെച്ചുകൊണ്ടാണ് വീട്ടിൽ വരുന്നത്. അത്രയും വേദനയാണ്. അത്രയും വേദനയോടെ വീട്ടിൽ വരുമ്പോൾ കുറച്ച് ജോലിയൊക്കെ ചെയ്തിട്ട് രാത്രി കിടക്കാൻ വേണ്ടി ഉറങ്ങി കാലിങ്ങനെ വിങ്ങത്തില്ല ഇരുന്നുകൊണ്ട്. അപ്പോഴേ ചില വാദമുള്ള ആൾക്കാർക്കൊക്കെ നല്ലവണ്ണം അറിയാൻ പറ്റും. ആരെങ്കിലും ഒന്ന് തടകി കൊടുക്കണം. പക്ഷെ ഇവിടെ തടയാൻ നിൽക്കത്തില്ല. അവർ പറയണ നീര് ഉടച്ച് കളയാൻ വേണ്ടി ഞാൻ ഭർത്താവിനെ കാലൊക്കെ ആയിട്ട് നിർത്തി ചവിട്ടി തിരുമിക്കുമെന്ന്. അത് സാക്ഷി പറഞ്ഞാണത്. അത്രയും കണ്ടീഷനാണ്. പക്ഷേ ഇവരെന്നാ ചെയ്ത്, ഇവർ ഉടമ്പടി എടുത്ത്, ഉടമ്പടി നിങ്ങളെല്ലാവരും എടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ജാൻസി ചാക്കോക്ക്. ജാൻസി ചാക്കോ ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് പത്രവും മേടിച്ച് തലൂരപ്പറമ്പിലോട്ടല്ലേ പോകേണ്ടത്, തണ്ണീർമുക്കം വഴി. ആരും ചേർത്തല ചെന്ന് എല്ലാ കടകൾക്കും ഓരോ പത്രം കൊടുത്ത്. അത് സ്പീഡായിട്ടാണ് കൊടുക്കുന്നത്. പ്രാർത്ഥിച്ച് നല്ല ഒരു വെടിക്കെട്ട് കൊടുക്കലാണ്. അല്ലാതെ ഇത് കൊടുക്കണം, അവിടെ അവർ വാങ്ങിക്കുമോ, അവർ വാങ്ങിച്ചില്ലേ എന്ത് ചെയ്യും, അവരിവിടെ കൊടുത്തില്ലേ, ഇങ്ങനെ കുറേയൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതങ്ങനെയല്ല, ഇത് വെടിക്കെട്ടാണ്. ഇവർ രക്ഷപ്പെട്ടത് അതുമല്ല. അതിനുശേഷം ഇവർ തലയോരപ്പറമ്പിൽ ചെന്ന് അവിടെയൊക്കെ എല്ലായിടത്തും പത്രം കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഇവർ ദിവസം പള്ളിയിൽ പോയി ഇരിക്കുകയാണ്. പള്ളിയിലിരിക്കുമ്പോൾ പള്ളിയിൽ ഒരു കെട്ട് പത്രം ഇരിക്കണം. അപ്പോൾ അവർക്ക് പറയണേ, പത്രം കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്ന്. എന്താ കാര്യം? ഇത് ആരോ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്ത ആൾക്കാർ കൊണ്ടുവന്ന് ഡംപ് ചെയ്തതാണ്. അത് ഡംപ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ആ പത്രം എടുത്തിട്ട് ഞാൻ പ്രാർത്ഥിച്ച് എല്ലാവർക്കും കൊടുത്തു. ആ രാത്രി കർത്താവിൻ്റെ കാര്യത്തൊട്ട് പിന്നീട് ഒരിക്കലും എനിക്ക് നീരുണ്ടായിട്ടില്ലെന്ന് കൈയടിച്ച് കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും അതായത് ഇത് ഒരു വർക്കാണ് ശരിക്കണേ കർത്താവിൻ്റെ പേരിൽ. അതിനകത്ത് ഏറ്റവും വലിയ കണ്ടന്റ് എന്ന് മർമ്മം എന്നുള്ളത്, പത്രം കിട്ടായിട്ട് പള്ളി ഇരിക്കണ കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു എന്ന് തോന്നണില്ലേ? അതാണ് അവരുടെ മിഷൻ എന്ന് പറയണത്. ഇത് കർത്താവിനെ പ്രതിയുള്ള സങ്കടമാണത്. ആ സങ്കടം കാരണം അവരെടുത്തിട്ട് എനിക്ക് സങ്കടം തന്നെ വന്ന് വീട്ടിൽ പോയില്ല. അവർ അത് എടുത്തിട്ട് കണ്ടവർക്കെല്ലാം അത് വിതരണം ചെയ്ത്, എനിക്ക് സങ്കടം തന്നെ, എനിക്ക് സങ്കടമാണ് അത് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി ഇരിക്കുക. ഇത് ഫസ്റ്റ് പാർട്ടാണ്. നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കൊണ്ടൊരിക്കലും ആക്ടിവേഷൻ സംഭവിക്കത്തില്ല. യോഹന്നാനി അതല്ലേ സംഭവിച്ചത്. യോഹന്നാനാണ് ആദ്യം കണ്ടത് 21:7. എന്താണ് അത്?
കർത്താവാണ്. പക്ഷേ പുള്ളിക്കാരൻ അവിടെ തന്നെ ഇരുന്ന്. അതാണ് കുഴപ്പം. ഇന്നത്തെ വിശ്വാസികളുടെ ഒരു 90% അവസ്ഥ അതാണ്. യേശു കർത്താവാണെന്ന് അറിയാം, അവിടെ തന്നെ ഇരിക്കും. യേശു കർത്താവാണെന്നറിയാം. ഉടമ്പടിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു കർത്താവാണെന്ന് നിന്നെ അറിയിക്കുകയും പിന്നെ എന്തു ചെയ്യും? ദൈവം അവന് മരിച്ചുവെന്ന് ഉയർപ്പിച്ചു എന്നുള്ള വിശ്വാസത്തിന് ചുമ്മാ പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് യാക്കോബ് 2:17 അനുസരിച്ചുകൊണ്ട് വിശ്വാസം പ്രവൃത്തികളാലാണ് നീതീകരിക്കപ്പെടുന്നത്. അതെന്നുവെച്ചാൽ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യമാണ്. ഒന്ന് പറഞ്ഞേ, കർത്താവേ ഞാൻ ചെയ്യുന്ന ഉടമ്പടി പ്രകാരമുള്ള യേശുവിന്റെ നാമത്തിലുള്ള എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കർത്താവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യമാകുകയാണെന്നുള്ള ആഴമായ ബോധ്യത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ യേശുവേ നന്ദി. ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന അതിന് ഈ കൂട്ടത്തിൽ നിന്ന് ചാടിപ്പോന്നില്ലേ? യേശു കർത്താവാണെന്നുള്ള അറിവ് കിട്ടിയപ്പോഴുടനെ 10 ദിവസം ചാടിപ്പോന്നില്ലേ? കടലിലൂടെ നീന്തി കയറി പോകുന്ന ആദ്യമേ എത്തി. ഈ ആദ്യമേ എത്തണതൊക്കെ സീരിയസ് വിഷയമാണ്. ആദ്യമേ എത്തുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്താണ് അത്? മറ്റുള്ളവരെ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്. നീ ഇവരെക്കാൾ അധികമായി. അതാണ് പ്രശ്നം. അതെന്നും പ്രശ്നം തന്നെയാണ്. 21:15 വായിച്ചോളൂ. യോഹന്നാന്റെ സുവിശേഷം. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. ഈ ചോദ്യത്തിനാണ് പത്രോസ് അതാണ് ചെയ്തത്. ആ 11 പേരും ആ വള്ളത്തിൽ തന്നെ ഇരിക്കുകയാണ്. 10 പേര് ആ വള്ളത്തിൽ തന്നെ ഇരിക്കുകയാണ്. ആ 10 പേരിലാണ് പത്രോസ് ചാടിപ്പോകുന്നത്. അത് കണ്ടിട്ടാണ് ചോദിക്കുന്നത്, ഇവരെക്കാൾ അധികമായി. ഇപ്പം നിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അന്ത്യം വരെ കാണുന്ന ആളാണ് ദൈവം. അവസാനത്ത് ആദ്യത്തെ ഭാഗമൊക്കെ നല്ലതായിരിക്കാം, അന്ത്യഭാഗമാണ് പ്രശ്നം. മനസ്സിലായില്ലേ? നീ ഉടമ്പടിയുടെ ആദ്യ ഭാഗമൊക്കെ ഭയങ്കര വീരശൂര പരാക്രമം കാണിക്കും. ആ 90 ദിവസം ആകുമ്പോൾ നീ വെറുതെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയായിട്ട് മാത്രം ഈ സാധനം അവസാനിപ്പിക്കും. പ്രേക്ഷിത പ്രവർത്തനമില്ല, ദാനധർമ്മങ്ങളില്ല, രോഗി സന്ദർശനമില്ല. ഈ അന്ത്യഭാഗങ്ങൾ ആദ്യ ഭാഗങ്ങളെപ്പോലെ തന്നെ അന്ത്യഭാഗങ്ങളും ഇപ്പം 10 ദിവസത്തിന് മാർക്ക് കിട്ടാൻ കാര്യം അതാണ്. എന്താണ്? യോഹന്നാൻ വക്ഷസ്സിൽ കിടന്നോ അന്ത്യത്താഴത്തിൽ അല്ലേ? പിന്നെ കുരിശുമരണത്തിൽ കർത്താവിൻ്റെ കുരിശ് ചുവട്ടിൽ വന്നു. പക്ഷേ അന്ത്യഭാഗം യോഹന്നാന് പാളിപ്പോയി. അതൊരു 10-50 മാർക്കിൻ്റെ ഒറ്റ ക്വസ്റ്റ്യനായിരുന്നു. യോഹന്നാൻ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചെയ്തെങ്കിലും അവസാനം ഒരു 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ യോഹന്നാൻ്റെ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് എന്താ പറ്റിയത്? അധികാരം താക്കോല് പത്രോസിന് കിട്ടി. എന്താ കാര്യം? അവൻ്റെ അന്ത്യഭാഗം കറക്റ്റായിരുന്നു.
വെളിപാടിന്റെ പുസ്തകം 2:19 വായിച്ചേ. ശ്രുതികട്ടെ ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ. നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന. വെളിപാട് 2:19. നിന്റെ പ്രവൃത്തികളും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു. നിന്റെ അവസാന പ്രവർത്തനങ്ങൾ ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ടവയാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ആ വചനം വായിച്ചു തരാം. ഒന്നിന് വായിച്ചു തരാം. ഒന്ന് പറഞ്ഞേ. വെളിപാട് 2:19 വായിച്ചേ. നിന്റെ പ്രവൃത്തികളും ഏറ്റു പറഞ്ഞ നിന്റെ പ്രവൃത്തികളും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു. നിന്റെ അവസാന പ്രവർത്തനങ്ങൾ ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ടവയാണ്. ഇതാണ് പ്രശ്നം. അവസാന പ്രവർത്തനങ്ങളെ. ഇടുക്കിയിലെ മണിയാറൻകുടി പള്ളിയടവിൽ നിന്നും വരുന്നു. ഞങ്ങൾക്ക് 10 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ട്രീറ്റ്മെൻറ്റിൽ PCOD ആണെന്ന് അറിഞ്ഞു. ഒത്തിരി ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ലാസ്റ്റ് 10 വർഷമായപ്പോഴും ഇനി കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ട്രീറ്റ്മെൻ്റ് എല്ലാം നിർത്തി. അങ്ങനെ ഇരുന്നപ്പോൾ അമ്മയുടെ ചേച്ചിയുടെ മകന് ഇവിടെ വന്ന് ഇവിടുത്തെ സാക്ഷി പേപ്പർ ഞങ്ങൾക്ക് കൃപാസനത്തിലെ മാസിക കൊണ്ടേ തന്നു. പ്രാർത്ഥിച്ചാൽ മതി, നിനക്കൊരു കുഞ്ഞിനെ ദൈവം തരും, നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ഞാൻ ഒത്തിരി പേപ്പർ കണ്ടിട്ടുണ്ട് ചേട്ടാ, ഇനി എന്നാണേലും ഇത് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു. എന്നാലും ചേട്ടൻ ഉറപ്പിച്ച് പറഞ്ഞു, നീ ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോടി, നിനക്ക് അടുത്ത മാസം എന്നാണേലും ഒരു കുഞ്ഞിനെ കിട്ടുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് 11ാമത്തെ വർഷം ചേട്ടായി കൊണ്ടു തന്ന മാസയുടെ പിറ്റേ മാസം തന്നെ ദൈവം അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തന്നു. ഇപ്പോൾ ഇവന് 3 വയസ്സായി. ഇവൻ്റെ പേര് ഡെൽവിൻ എന്നാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഇവനുണ്ടായി 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞിനെ ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ ദൈവം അനുഗ്രഹിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് മരിയ ജൻസി. ഞാൻ കുമ്പളങ്ങി സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ എനിക്ക് കിട്ടിയ അനുഗ്രഹം പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ചെയ്ത അനുഗ്രഹം നന്ദി പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യമായി ഞാൻ ഉടമ്പടിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിന് ജപ്തി വന്നു. അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഉടമ്പടിയിൽ വെച്ചിരുന്നത്. അപ്പോൾ ഞങ്ങളൊരു ബിസിനസ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. 8 ലക്ഷം രൂപയാണ് ഞങ്ങൾ എടുത്തിരുന്നത്. പക്ഷേ കൊറോണക്ക് മുന്നെയാണ് അതെടുത്തത്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും എനിക്ക് അപ്പോൾ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ ഞങ്ങൾ അടച്ചു പോയിക്കൊണ്ടിരുന്നു ചേച്ചി. പക്ഷെ കൊറോണ വന്നപ്പോൾ ഇത് അടക്കാൻ പറ്റാതെയായി. അത് ഭയങ്കരമായിട്ട് പലിശ കൂടി ഇതായി. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അടച്ചു തുടങ്ങിയിട്ടും 1 വർഷം മുടങ്ങാതെ അടച്ച്, എന്നിട്ടും ഒരു പൈസ പോലും മുതലിൽ കയറിയിട്ടില്ല. അപ്പം ഞങ്ങൾ മാനേജറെ വിളിച്ച്, ഇങ്ങനെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതെങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ അമ്മയോട് വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ അല്ലെങ്കിൽ ജപ്തി നടപടികളിലൊക്കെ പോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാനിവിടെ അമ്മയോട് വന്ന് പ്രാർത്ഥിച്ചു, എന്ത് ചെയ്യും മാതാവേ, 8 ലക്ഷം രൂപ കൊടുക്കാമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കേറ്ററിംഗ് ആയിരുന്നു, ഫുഡിൻ്റെ പണിയാണ്. അപ്പോൾ അതുപോലെ കൊച്ചിനാണെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻറ്റാണ്. അപ്പോൾ 2 പേർക്കും വർക്കില്ലാത്തത് കൊണ്ട് ഒന്നും ചെയ്യാനും പറ്റണില്ല, ഇത് അടക്കാനും പറ്റണില്ല. ജപ്തിയായ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഞാനിവിടെ ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങളെ മാനേജറെ വിളിച്ചിട്ട് പറഞ്ഞ് ഒറ്റത്തവണ തീർപ്പാക്കണ പദ്ധതി, അങ്ങനെ 4 ലക്ഷം രൂപ നിങ്ങൾ അടക്കുകയാണെങ്കിൽ നമുക്ക് ആധാരം തിരിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷെ 4 ലക്ഷം രൂപ പോയിട്ടൊരു 10 രൂപ നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥ, അത്രക്ക് ടെൻഷനും കാര്യങ്ങളായിട്ടൊക്കെ നിൽക്കണതാണ്. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പം ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു, മാതാവേ എന്ത് ചെയ്യും എനിക്കറിയില്ല, അപ്പോൾ നീ തന്നെ എന്തൊരു വഴി കാണിച്ചിരുന്നു, ഞങ്ങളുടെ ബുദ്ധി കൊണ്ടാണ്, ഞങ്ങളുടെ ഇതുകൊണ്ടൊന്നും നടക്കൂല എന്ന് വെച്ചാൽ നീ എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കാതെ എന്ന് വെച്ചാൽ ആരും തരൂല, അത്രയ്ക്ക് കടമാണ് ഞങ്ങൾക്ക്, അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ വന്ന്. പക്ഷേ എനിക്കങ്ങനെ ടെൻഷനൊന്നുമില്ല, വീട്ടിലെല്ലാവരും പറയുമെങ്കിലും എനിക്ക് ടെൻഷനൊന്നുമില്ല. ഇവിടെ വന്ന് ഞാൻ മിക്ക ദിവസവും വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ്
കുറേ ശ്രമിച്ച് പിന്നെയും പലിശക്ക് എടുക്കാനൊക്കെ എങ്ങനെയെങ്കിലും അടച്ചു തീർക്കാമല്ലോ, ജപ്തി വരുമല്ലോ, പിന്നെ നാണക്കേടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ച് കുറേ ശ്രമിച്ച്. പക്ഷെ ഒന്നും നടന്നില്ല. 30 ദിവസമാണ് ഞങ്ങൾക്ക് തന്നിരുന്നത് അവർ. അപ്പോൾ 27 ദിവസമായിട്ടും ഒരു രക്ഷയില്ല. അപ്പോൾ പിന്നെ 3 ദിവസമുള്ള എന്ത് ചെയ്യും? ഭയങ്കര ടെൻഷനായി, എല്ലാവർക്കും ഉറക്കമില്ല. അങ്ങനെയൊക്കെ അങ്ങനെ ഞാൻ 3 മണിയൊക്കെ ഇപ്പോൾ രാത്രി ഇരുന്നിങ്ങനെ പ്രാർത്ഥിച്ച്, എൻ്റെ മാതാവ് എന്തെങ്കിലും ഒരു വഴി നീ കാണിച്ചു തന്നില്ലെങ്കിൽ ആത്മഹത്യ ഇല്ലാതെ വേറെ ഒരു വഴിയില്ലെന്ന് വെച്ചാൽ ഈ ജപ്തിയൊക്കെ വന്ന് നാണക്കേടല്ല, അതിനേക്കാളും പറ്റൂല. അതുകൊണ്ട് നീ എനിക്ക് നാളെ 10 മണിക്ക് മുന്നേ എന്തെങ്കിലും ഒരു ഇത് കാണിച്ചു തരുമെന്ന് പറഞ്ഞ്. പക്ഷേ ഞാൻ എന്നിട്ടിത് മറന്നുപോയി. രാവിലെ ഞാൻ പള്ളിയിൽ പോയി വന്ന് ഞാൻ അവിടെ എൻ്റെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി എന്നോട് വന്നിട്ട് പറഞ്ഞ്, കൊച്ചി എങ്ങനെയുണ്ട് ലോണിൻ്റെ കാര്യങ്ങൾ എന്തായെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് എനിക്ക് ഒന്നും പറയാൻ പറ്റൂല, ഒന്നും ആയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞ് ഞാൻ എന്തെങ്കിലും ചെയ്ത് സഹായിക്കാം, ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോന്ന് പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് സമാധാനമായി, എനിക്ക് കിട്ടുമെന്ന് ഉറപ്പായെന്ന് വെച്ചാൽ 10 മണി. അപ്പം ഞാൻ നോക്കുമ്പോൾ ക്ലോക്കായിട്ട് നോക്കുമ്പോൾ കറക്റ്റ് 10 മണി. അപ്പം ഞാൻ മാതാവിനെ വിളിച്ച് ഒരുപാട് കരഞ്ഞ് പിന്നെയും പ്രാർത്ഥിച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത്ഭുതമാണ് ഞങ്ങളുടെ വീട്ടിൽ നടന്നത്. 2 മണിക്കൂർ കൊണ്ടാണ് ഈ 4 ലക്ഷം രൂപ ഞങ്ങളുടെ വീട്ടിൽ വന്നത്. ഞങ്ങൾ ഒരു ബന്ധമോ ഒന്നുമില്ലാത്ത ആൾക്കാർ ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ ചോദിക്കാതെ തന്നെ കൊണ്ടുവന്ന് തന്ന് ഈ 4 ലക്ഷം രൂപ. അപ്പം തന്നെ ഞാൻ ഇവിടെ വന്ന് അമ്മേനോട് നന്ദി പറഞ്ഞ്, ഇതെനിക്ക് പൈസ കിട്ടിയല്ല. കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ബാങ്കിൽ കൊണ്ട് അടക്കാൻ വേണ്ടി ചെന്നപ്പോൾ മാനേജർ അവിടെ ഇല്ല. അപ്പം അപ്പോൾ അവർ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് വാ, നിങ്ങളുടെ പൈസ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, മാനേജർ വരുമ്പോൾ ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി അവിടെ ചെന്ന്. അപ്പോൾ ഈ കാശ് രൂപം ഞാൻ കൊടുത്തു വിടുമായിരുന്നു. കാശ് രൂപം കൊടുത്തു വിട്ട് അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ 3.5 ലക്ഷത്തിന് ഞങ്ങളുടെ ലോൺ തീർന്ന് ഞങ്ങളുടെ ആധാരം ഞങ്ങളുടെ കയ്യിൽ കിട്ടി. ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ടത്. ഞാൻ ഒരിക്കലും ഓർത്തില്ല എൻ്റെ ഈ കടം തീർക്കാൻ പറ്റുമെന്നും. ഈ 8 ലക്ഷം രൂപ എന്നെ കൊണ്ട് തീർക്കാൻ പറ്റില്ല, അത്രക്ക് ഇതായിപ്പോയി. ഞങ്ങൾ അത്രക്ക് പെട്ടുപോയി കിടക്കണേന്ന് വെച്ചാൽ ഈ പണിയൊന്നും ഇല്ലാണ്ടായിപ്പോയില്ല. അങ്ങനെ അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഉടമ്പടി എടുക്കണതിന് മുമ്പ് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഞാൻ ഇവിടെ എൻ്റെ മോൻ ഷെഫാണ്. അപ്പം അവന് ഗൾഫിൽ പോകാൻ ഇഷ്ടം പോലെ ചാൻസ് വന്നുണ്ട്. പക്ഷേ ഈ 5 ലക്ഷം രൂപ 4 ലക്ഷം രൂപയ്ക്കാണ് ആൾക്കാർ ചോദിക്കണത്. അപ്പം പോകാൻ പറ്റൂല. അപ്പം എൻ്റെ മോൻ പറഞ്ഞ്, അമ്മച്ചി ഒരിക്കലും ഗൾഫിൽ പോക്ക് നടക്കുകയൊന്നുമില്ല, അതുകൊണ്ട് അമ്മച്ചി അതൊന്നും ഓർക്കുകയും വേണ്ട, സ്വപ്നം കാണുകയും വേണ്ട കേട്ടോ, എനിക്ക് ഗൾഫിലൊന്നും പോക്ക് നടക്കൂലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, വാ നമുക്കൊന്ന് കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച്. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, അമ്മേ ഞങ്ങളുടെ കഴിവുകൊണ്ടൊന്നുമല്ല, നിൻ്റെ കഴിവാണ്, ഞങ്ങൾക്ക് പൈസയൊന്നുമില്ല പോകാനായിട്ട്, അപ്പം നീ തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി. ഡിസംബർ പകുതിയോടുകൂടി ഞാൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയത്. ഡേറ്റ് ഞാൻ ഓർക്കണില്ല. അത് കഴിഞ്ഞിട്ട് ജനുവരി 1-ാം തീയതി കഴിഞ്ഞിട്ട് അവനൊരു കൂട്ടുകാരനെ പരിചയപ്പെട്ടന്ന്. അപ്പം ആ ചെക്കൻ പറഞ്ഞ്, എടാ ഇങ്ങനെ നിൻ്റെ ബയോഡേറ്റ എനിക്ക് തരുവാ, ഞാൻ ഇങ്ങനെ ഒരു മലേഷ്യയിൽ പോകാനായിട്ടൊരു ചാൻസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു ചാൻസ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, എത്ര ലക്ഷം രൂപ കൊടുക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ്, ഒന്നും കൊടുക്കണ്ടെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞ്. അങ്ങനെ ഇത് അവൻ ഓൺലൈനായിരുന്നു, ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി കഴിഞ്ഞിട്ട് അവൻ എന്നെ വിളിച്ചു പറഞ്ഞ്. എന്നിട്ട് പിന്നെ അവൻ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് പ്രായം കുറവാണ്, അപ്പം 24 വയസ്സായിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ റിജക്റ്റായി പോകാൻ തോന്നണേന്ന് പറഞ്ഞപ്പോൾ ഇവൻ 2-3 ഈ പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് TV-യിൽ. അപ്പം അത് ഷെഫ് ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവരത്, അപ്പം ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല കൊച്ചേ, മാതാവ് നിന്നെ വിടാനാണ് തീരുമാനിച്ചേക്കണമെങ്കിൽ മാതാവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവനത് ചാൻസ് സെലക്ഷനായി. അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി 15-ാം തീയതി ഇവൻ എഗ്രിമെൻ്റ് ഒപ്പിട്ട്, എന്നിട്ട് അവൻ ജോലി റിസൈൻ ചെയ്ത് പോരുകയും ചെയ്ത്. പോന്ന് 4 മാസമായിട്ട് ഒരു അനക്കവുമില്ല. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിക്കും. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പറയും, ഞാൻ ഉടമ്പടി എടുക്കൂല കേട്ടോ മാതാവേ എന്ന് വെച്ചാൽ എനിക്കങ്ങനെ അതൊന്നും എപ്പോഴൊന്നും വരാനൊന്നും പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുക്കൂല എന്നിങ്ങനെ എപ്പോഴും പ്രാർത്ഥിച്ച് പറയുകയും ചെയ്യുമായിരുന്നു. പക്ഷെ 4 മാസമായിട്ടൊരു ഇതുമില്ല.
അത് കഴിഞ്ഞ് ജൂൺ മാസത്തിൽ 3-ാം തീയതി വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ മെഡിക്കലിന് ചെന്നൈയിൽ ചെല്ലാൻ പറഞ്ഞ് പോയി. 10 ദിവസത്തിനുള്ളിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞ്. പക്ഷേ 1 മാസമായിട്ടും ഒരനക്കവും ഇല്ല. അങ്ങനെ ഞാൻ വീട്ടിൽ കൊന്തെത്തിച്ചോണ്ടിരിക്കണം. അപ്പോൾ ഇവൻ എന്ത് ചെയ്യുന്ന, ഇവൻ പോയിട്ട് അവിടെ ഒരു സാറിനെ പോയി വിളിച്ച്, എന്താ ഇങ്ങനെ ഒന്നും ആയില്ലല്ലോ എന്നും പറഞ്ഞ് വിളിച്ച് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞ്, ഇനി എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞ് ഇത് ഗവൺമെൻറ്റിൻ്റെ ഇതാണ്, അതുകൊണ്ടുണ്ടല്ലോ നീ ഞങ്ങളെ ഇനി വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ഇവനങ്ങടെ അരിശം വന്നിട്ട് ഇവൻ എന്നോട് വന്നിട്ട് പറഞ്ഞേ, നീ മേലാൽ എന്നോട് അമ്മ പ്രാർത്ഥിക്കാൻ പറയരുത്, അമ്മയുടെ ഒരു പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ മകൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ട പിന്നെ എനിക്കൊന്നുമില്ല, അതുകൊണ്ട് അത് മാത്രം നീ അങ്ങനെ ചെയ്യരുത്, നീ എന്താണെന്ന് വെച്ചാൽ നീ അവിടെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം ഒന്നും മിണ്ടിയില്ലാണ്ട് ഞാൻ പിറ്റേ ദിവസം ഞാൻ എന്നോട് പറഞ്ഞേ, മോനെ നമുക്കൊന്ന് കൃപാസനത്തിൽ പോകാൻ പറഞ്ഞപ്പോൾ ഇവൻ ആദ്യം പറഞ്ഞു ഞാൻ വന്നില്ലെന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഇവൻ പറഞ്ഞ് അന്ന് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞല്ല ഞാൻ വന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്കങ്ങനെ തോന്നി, ഞാൻ വെക്കാൻ തന്നെ ഉടമ്പടി പത്രം പോയി വാങ്ങിച്ച് ഞാൻ മേളിലേക്ക് പോയി ക്ലാസ് കേൾക്കാൻ വേണ്ടി. അപ്പോൾ ഇവൻ താഴെ നിൽക്കണമായിരുന്നു. അപ്പം ഞാൻ മേളിൽ ചെന്ന് അങ്ങോട്ട് ഫില്ല് ചെയ്തിട്ടൊന്നുമില്ല, പേപ്പർ ഇങ്ങനെ വാങ്ങിച്ചിട്ട് അവിടെ മേളിൽ പോയി നിൽക്കണേ ഉള്ളു. അപ്പം തന്നെ ഇവൻ വന്നിട്ടും പറഞ്ഞ് അമ്മച്ചി എന്നെ വിളിച്ച് ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞ് അമ്മ താഴേക്ക് വരുവാന്ന് വെച്ചു. അപ്പം ഞാൻ എന്താ ഒന്ന് വന്നേന്ന് പറഞ്ഞ് വിളിച്ച്. ഞാനങ്ങനെ പെട്ടെന്ന് താഴേക്ക് വരുമ്പോൾ ഇവൻ പറഞ്ഞേ, അമ്മ മലേഷ്യയിൽ നിന്ന് വിളിച്ച് വിസ അടിച്ച് എനിക്ക് 24-ാം തീയതി പോകണമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ രണ്ടാമത്തെ സാക്ഷി.